നമസ്കാരം. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പാക്കിയ ചില ജനകീയമായ പദ്ധതികൾ, അവയിൽ പാളിപ്പോയവ, പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നവ, അവയുടെ സാംസ്കാരിക പശ്ചാത്തലം, പിന്നെ പൊതുസമൂഹത്തിൽ ഇടം നേടിയ ചില അറിയപ്പെടാത്ത മുഖങ്ങളും. ഇതുവഴിയുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഞാനും ക്യാമറാമാൻ ഉമ്മർ എടപ്പാളും ഇപ്പോഴുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ്. ഏതൊരു നഗരത്തിനും തീരാ തലവേദനയാണ് മാലിന്യം സംസ്കരണം. ഇത് പരിഹരിക്കാൻ വേണ്ടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എൻ്റെ നഗരം സുന്ദര നഗരം എന്ന പദ്ധതി നടപ്പാക്കിയത്. പദ്ധതിയെക്കുറിച്ചറിയാൻ ഞങ്ങൾ ആദ്യം കണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് കെ ചന്ദ്രികയെയാണ്. ഈ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണം എന്ന പദ്ധതിയിൽ നിന്നാണ് പിന്നീട് വികേന്ദ്രീകൃത സംസ്കരണം എന്ന പദ്ധതിയിലേക്ക് മാറിയത്. ഇത് എത്രത്തോളം ഫലപ്രദമായിട്ട് നഗരത്തിൽ നടപ്പാക്കാൻ കഴിയുന്നുണ്ട്? അല്ല, നമുക്ക് കേന്ദ്രീകൃതമായ ഒരു മാലിന്യ സംസ്കരണ പ്ലാൻ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടതാണ്. കാരണം നമ്മുടെ നഗരത്തിൽ ഒരുപാട് ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉണ്ട്. പക്ഷേ ഒരിടത്തും ആരും ഒരു വേസ്റ്റ് പ്ലാന്റ് വെക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഞങ്ങൾ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ സംവിധാനം ഞങ്ങൾ പരീക്ഷിച്ച് നോക്കിയതാണ്. വാസ്തവത്തിൽ നിവൃത്തികേട് കൊണ്ട് പരീക്ഷിച്ചതാണ്. ഈ ആളുകളുടെ ഒരു സഹകരണം എത്രത്തോളം? ആളുകൾ സഹകരിക്കുന്നുണ്ടല്ലോ, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിലേക്ക് പോകാൻ കഴിയില്ലല്ലോ. ആളുകളുടെ നല്ല സഹകരണമൊക്കെ ഉണ്ട്. പിന്നെ കുറേ ആളുകൾ അവർ വലിയൊരു വൈരനിര്യാതന ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. എന്താണെന്ന് വെച്ചാൽ അവർ മനഃപൂർവ്വം ഇപ്പോൾ സമ്പൂർണ്ണ ശുചിത്വം പ്രഖ്യാപിച്ച വാർഡുകളിലടക്കം കൊണ്ടുവന്ന് മനഃപൂർവ്വം കൊണ്ട് കിറ്റ് എറിയുന്നു. അത് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള കോൺഗ്രസ്സുകാരോ BJP-കാരോ ആണെന്നാണ് എൻ്റെ വിശ്വാസം. നഗരസഭയിലെ 100 വാർഡുകളിൽ 12 വാർഡുകൾ ശുചിത്വ വാർഡുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വീടുകളിലെ മാലിന്യ സംസ്കരണമാണ് കീറാമുട്ടി. പലപ്പോഴും വീടുകളിൽ നിന്നുള്ള മാലിന്യം റോഡരികിൽ നിക്ഷേപിക്കുകയാണ് പതിവ്. ഇത് പരിഹരിക്കാൻ വേണ്ടിയാണ് നഗരസഭ പ്രിയം എയറോബിക് ബിൻ മാലിന്യ സംസ്കരണ കേന്ദ്രം തുടങ്ങിയത്. ഇവിടെ മാലിന്യം വീടുകളിൽ നിന്നുള്ള മാലിന്യം ഇവിടെ എത്തിച്ചാൽ ഇവിടെ നന്നായി സംസ്കരിക്കാനുള്ള സജ്ജീകരണങ്ങളുണ്ട്. രാവിലെ 7 മണി മുതൽ 11 മണി വരെയാണ് ഇവിടെ മാലിന്യം നിക്ഷേപിക്കാനുള്ള സമയം. അതുപോലെ തന്നെ വൈകിട്ടും ഇതുപോലെ സമയം ഉണ്ട്. വൈകിട്ട് 4 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഇവിടെ മാലിന്യം എത്തിച്ചാൽ ഇവിടെ കൃത്യമായി സംസ്കരിക്കുവാനുള്ള സജ്ജീകരണങ്ങൾ നഗരസഭ ഒരുക്കിയിട്ടുണ്ട്. പ്രവർത്തനം വിശദീകരിക്കുവാനായി ഇവിടുത്തെ സർക്കിൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്യാം നമ്മോടൊപ്പമുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം? ഇത് എത്രത്തോളം ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ട്? തിരുവനന്തപുരം നഗരസഭ ജഗതി ഗ്രൗണ്ടിൽ 25 എയറോബിക് ബിന്നുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ മാലിന്യ സംസ്കരണ യൂണിറ്റുകളുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അഴുകുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനാണ് എയറോബിക് ബിന്ന് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൽ ഏകദേശം 2 ടണ്ണോളം മാലിന്യങ്ങൾ സംസ്കരിക്കാൻ സാധിക്കും. ഇതിൽ ഈ ഒരൊറ്റ ബിന്നിൽ 2 ടൺ മാലിന്യം എടുക്കാം. 2 ടൺ മാലിന്യം സംസ്കരിക്കാൻ സാധിക്കും. ഇതെങ്ങനെ സംസ്കരിക്കുന്നത്? ഇതിൽ ആദ്യം ഇത് 4 അടി നീളം, 4 അടി വീതി, 4 അടി പൊക്കമുള്ള ഒരു എയർ കിടക്കുന്ന ഒരു ബിന്നാണ്. ഇതിൻ്റെ ആദ്യം 6 ഇഞ്ച് കനത്തിൽ കരിയില ഇടുന്നു. കരിയില ഇട്ടതിന് ശേഷം അതിന് പുറത്ത് ഇനോക്കുലം എന്ന് പറഞ്ഞ സൊല്യൂഷൻ തളിക്കുന്നു. ബാക്ടീരിയ ലായനിയാണ്, അത് തളിക്കുന്നു. അതിനുശേഷം വീണ്ടും 6 ഇഞ്ച് കനത്തിൽ അഴുകുന്ന മാലിന്യം നിറയ്ക്കുന്നു. അതിനുശേഷം വീണ്ടും ഇനോക്കുലം തളിച്ചിട്ട് കരിയില വീണ്ടും അതേ പ്രോസസ്സ് തന്നെ ചെയ്യുന്നു. ഏതാണ്ട് 90 ദിവസം കഴിയുമ്പോഴേക്കും ഇത് നല്ല ഒരു വളമായി മാറുന്നു. അതാണ് ഈ എയറോബിക് ബിന്നിൻ്റെ പ്രവർത്തനം. ഈ വളം എവിടേക്കെങ്കിലും സപ്ലൈ? വളം നമ്മൾ ഈ യൂണിറ്റ് തുടങ്ങിയതേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇതുവരെ വളം കൊണ്ടുപോയിട്ടില്ല. ഇത് ഫസ്റ്റ് യൂണിറ്റ് ആദ്യം നിറച്ചത് ഈ യൂണിറ്റ്, ഈ ബിന്നാണ്. ആളുകൾക്ക് ഇതിനോടൊരു മടിയുണ്ട്, ഇങ്ങനെ ഇവിടെ കൊണ്ടുതരാനൊക്കെ ആയിട്ട്. എന്താ വെച്ചാൽ പല ബിന്നുകളും ഇങ്ങനെ കാലിയായി കിടക്കുന്നതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, ഇത് തുടക്കത്തിൻ്റെ ഇതാണ്. അപ്പോൾ എല്ലാ ബിന്നുകളും വരും കാലങ്ങളിൽ നിറയും. ഇപ്പോൾ കൊണ്ടുവരുന്നതനുസരിച്ച് നമ്മൾ സംസ്കരിച്ച് വരുന്നു, അത്രയേ ഉള്ളൂ.
മടങ്ങും വഴിയാണ് ഞങ്ങൾ ഇവിടുത്തെ ചില പരിസരവാസികളെ കണ്ടത്. അവർക്ക് ചിലത് പറയാനുണ്ട് എന്ന് പറയുന്നു. എന്താണ് ഇത്, എത്രത്തോളം ഫലപ്രദമാണ് ഈ പ്രോജക്റ്റ് കൊണ്ട്? ജനങ്ങൾക്ക് വലിയ ഗുണകരമാണ്. വേറെ ദോഷങ്ങളോ ഒന്നും അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് ഈ വേസ്റ്റുകൾ തിരിയുമ്പോഴത്തേക്കുള്ള ഒരു പ്രയാസങ്ങൾ, അപ്പോൾ അതിലുള്ള അഴുക്കുകളെല്ലാം കഴുകി ഇവിടെയാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇത് മഴക്കാലമാകുമ്പോഴത്തേക്ക് ഇത് മൊത്തം അങ്ങോട്ട് താഴ്ന്ന പ്രദേശത്തൂടെ ഒഴുകി വീട്ടിൻ്റെ പരിസരത്ത് കുറേ ദിവസങ്ങളോളം കെട്ടിക്കിടക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് വെളിയിലിറങ്ങാനോ അത് നടക്കുന്നത് തന്നെ ഈ ചെളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാം. ഇങ്ങനെ കറുത്ത ഈ ഒരുമാതിരിപ്പെട്ട ഒരു അഴുക്ക് അതിലൂടെ വേണം നടക്കാൻ. വീടുകളിലെ മാലിന്യ സംസ്കരണം എങ്ങനെ നടക്കുന്നുവെന്നറിയാനാണ് അടുത്ത യാത്ര. ഇതാണ് വീടുകളിൽ തന്നെ മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനം. ഇത് സബ്സിഡി ഉണ്ടോ? എങ്ങനെയാണ് ഇത് സ്ഥാപിക്കുന്നത്? ഇത് സബ്സിഡി ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ്. നമ്മുടെ എൻ്റെ നഗരം സുന്ദരനഗരം പദ്ധതിയുടെ ഭാഗമായിട്ട് പുതുതായിട്ട് നമ്മൾ സോഴ്സ് ലെവൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ്. കിച്ചൺ വിൻ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ലോണ്ട്രി ബാസ്ക്കറ്റാണ്. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്ത് മാറ്റിയിട്ടുള്ളതാണ്. അകത്തൊരു നെറ്റ് വെച്ചിട്ട് അകത്ത് ഭാഗം കവർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് ആവശ്യം പോലെ എയറേഷനുള്ള സൗകര്യം കൊണ്ട് തന്നെ എയറോബിക് കമ്പോസ്റ്റിംഗ് വളരെ ഫലപ്രദമായിട്ട് നടക്കുന്നുണ്ട്. ഇതിപ്പോൾ എത്ര ദിവസത്തെ മാലിന്യം ഉണ്ട്? 3 ആഴ്ച കൊണ്ട് ഏകദേശം അറിയില്ല. സാധാരണ ഒരു ഫാമിലി ആണെങ്കിൽ 3 ആഴ്ച കൊണ്ട് ദുർഗന്ധം തീരെ ഉണ്ടാവില്ല. ഇതിനകത്ത് ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഇനോക്കുലം ചേർത്തിട്ടുള്ള ചകിരിച്ചോറാണ് ഇതിനകത്ത് കമ്പോസ്റ്റിംഗ് മീഡിയമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ താഴെ ഭാഗത്ത് ആദ്യം നമ്മൾ ഏകദേശം 1/4 ഭാഗം, ഇത് നെറ്റില്ലാത്ത ഭാഗത്ത് ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഈ കമ്പോസ്റ്റിനുള്ള മീഡിയമായിട്ടുള്ള ഇനോക്കുലം ചേർത്ത ചകിരിച്ചോറ് നിറയ്ക്കും. അതിനുശേഷം ഒരു ദിവസത്തെ മാലിന്യം ഒരു നേരം, രാത്രിയോ പകലോ എപ്പോഴെങ്കിലും ഒരു നേരം അതിന് മുകളിലായിട്ട് ഇങ്ങനെ പരത്തി വിതറിയിടും. എന്നിട്ട് അതിന് മുകളിലേക്ക് വീണ്ടും ഈ ചകിരിച്ചോറ് ഫില്ല് ചെയ്യാം. മാലിന്യം നിറയുന്ന രീതിയിൽ ചകിരിച്ചോറ് നിറയ്ക്കും. പിറ്റേന്ന് ഇത് തന്നെ ആവർത്തിക്കും. എങ്ങനെ ഇപ്പോൾ മാലിന്യ സംസ്കരണം എളുപ്പമായോ? കുഴപ്പമില്ല. പണ്ടത്തെക്കാളും ഇപ്പം വെളിയിലൊക്കെ കൊണ്ട് കളയുന്നേക്കാളും ഇതൊരു സൗകര്യമാണ്. ഇതിപ്പോൾ എത്ര കാലമായി ഇത് സ്ഥാപിച്ചിട്ട്? ഇപ്പോൾ ഏകദേശം 3 ആഴ്ചയായി. നേരത്തെ എന്താ ചെയ്തിരുന്നത്? മാലിന്യം നേരത്തെ നമുക്ക് പുറംപോക്കുണ്ടായിരുന്നു, അവിടെ കുഴിച്ചിടുമായിരുന്നു. ഇത് ഫലപ്രദമാണ്? കുഴപ്പമില്ല എന്ന് തോന്നണം. നമ്മൾ വെച്ചതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇനി മേലുള്ളതേ അറിയാൻ പറ്റത്തുള്ളൂ. മാലിന്യമൊക്കെ എങ്ങനെ സംസ്കരിക്കും? വൈകിട്ട് ഇപ്പോൾ കോർപ്പറേഷനിൽ നിന്ന് വൈകിട്ട് 8 മണിക്ക് കോർപ്പറേഷനിൽ നിന്ന് വേസ്റ്റ് എല്ലാം കൊണ്ടുപോകും. കിലോയ്ക്ക് 5 രൂപ റേറ്റിലായിരിക്കും. നിങ്ങൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട്? പൈസ കൊടുക്കണം. 1 കിലോയ്ക്ക് 5 രൂപ വെച്ച് കൊടുക്കണം. വലിയ പ്രയാസമല്ലേ ഈ മാലിന്യം സംസ്കരിക്കാൻ? അവരെ എടുക്കാൻ തുടങ്ങിയതോടുകൂടി കുഴപ്പമില്ല. സുന്ദര നഗരം എന്ന പദ്ധതി എങ്ങനെ നടക്കുന്നു എന്നറിയാനുള്ള ഞങ്ങളുടെ യാത്ര അവസാനിക്കുന്നത് അത്ര സുന്ദരമല്ലാത്തൊരു സ്ഥലത്താണ്. ചാല മാർക്കറ്റിൽ നിന്നുള്ള പ്ലാസ്റ്റിക് ജൈവ മാലിന്യങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ്. എൻ്റെ നഗരം സുന്ദര നഗരം എന്ന പദ്ധതി തന്നെ വെറും തട്ടിപ്പ് പദ്ധതിയാണ്. കാരണം ഈ സുന്ദര നഗരം എന്ന് പറയുമ്പോൾ അത് സുന്ദരമാക്കാനുള്ള യാതൊരു കാര്യങ്ങളും പ്രീ പ്ലാൻഡായിട്ട് ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സുന്ദര നഗരമാക്കുക എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു പദ്ധതി അല്ലാതെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയത് കൊണ്ടാണോ ഇത് ഫലപ്രദമാവാതിരുന്നത്? പെട്ടെന്ന് തട്ടിക്കൂട്ടി തന്നെയാണ് ഏറ്റവും വലിയ കാരണം. ഇത് മുൻകൂർ ഒരു പദ്ധതിയുമില്ല. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ഇടപെട്ടുകൊണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞ നവംബർ 1 മുതൽ കേരളത്തിൽ മാലിന്യം മുഴുവൻ ഇല്ലാതാക്കാൻ പോകുന്നുവെന്ന്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു തട്ടിപ്പ് പദ്ധതി എന്ന രീതിയിൽ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. അത് തന്നെയാണ് വിജയിക്കാത്തത്. ദീർഘകാലാടിസ്ഥാനത്തിലല്ലാതെ മികച്ച ആസൂത്രണമില്ലാതെ തെരഞ്ഞെടുപ്പ് കാലത്ത് നടപ്പാക്കുന്ന പദ്ധതികളെയാണ് നാം ഇലക്ഷൻ ഗിമ്മിക്ക് എന്ന് വിളിക്കുന്നത്. അത്തരത്തിൽ പാളിപ്പോയ ഒരു പദ്ധതിയുടെ ചിത്രമാണ് ഞങ്ങളിവിടെ കണ്ടത്. വീണ്ടും മറ്റൊരു പഞ്ചായത്തിലേക്ക്.
മരത്തം പൂന്തണലി വാടി നിൽക്കുന്നോളെ മേലെ വയലിൽ മണ കണ്ടെത്തി മരമടിക്കുന്നൊരുഷം കുരിച്ചിക്കട്ടയും കരത്തി മീനും മരത്തിമോളി മറിയുന്നു. കടയ്ക്കാവൂർ പഞ്ചായത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ പഞ്ചായത്തിന് ഒരു പ്രത്യേകതയുണ്ട്. CPM-ഉം കോൺഗ്രസും ഒരുമിച്ചാണ് ഇവിടെ ഭരണം കൈകാര്യം ചെയ്യുന്നത്. 8 സീറ്റ് കോൺഗ്രസിനും 8 സീറ്റ് CPM-നും. നറുക്കെടുപ്പിലൂടെയാണ് ഇവിടുത്തെ ഭരണസമിതിയെ കണ്ടെത്തിയത്. കടയ്ക്കാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബീന രാജീവാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. ഇവിടെ ഒരു പ്രത്യേക തരത്തിലാണ് ഭരണം. CPM-ഉം കോൺഗ്രസും കൂടി ഒരുമിച്ച് ഭരിക്കുന്നു. എങ്ങനെ വലിയ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ടോ? എല്ലാ ആദ്യഘട്ടങ്ങളിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഞങ്ങളൊരു കൂട്ടുത്തരവാദിത്വത്തിൽ പോകുന്നുണ്ട്. പക്ഷേ ഈ പല വിഷയങ്ങളിലും പല അഭിപ്രായമാണല്ലോ രണ്ട് പാർട്ടികൾക്കും, രണ്ട് അഭിപ്രായങ്ങൾ വരുമെങ്കിലും അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് അതിനെ മാനിച്ചുകൊണ്ടും അവരുടെ അഭിപ്രായങ്ങൾക്ക് വിലയിരുത്തിക്കൊണ്ടും പോകുന്നത് കൊണ്ട് തന്നെ ഒരുവിധം നമുക്ക് പോകാൻ കഴിയുന്നുണ്ട് മുന്നോട്ട്. സംസ്ഥാനത്ത് ഏറ്റവും നന്നായി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്ന പഞ്ചായത്ത് കൂടിയാണ് കടയ്ക്കാവൂർ. പദ്ധതിക്കായുള്ള കേന്ദ്ര ഫണ്ട് കിട്ടാതെ പല തദ്ദേശ സ്ഥാപനങ്ങളും ബുദ്ധിമുട്ടുമ്പോഴാണ് പഞ്ചായത്തിന്റെ ഈ നേട്ടം. കടയ്ക്കാവൂർ പഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതി പ്രദേശങ്ങളിലൊന്നാണ് ഇത്. കാട്ടുവിള പ്രദേശം. ഇവിടെ പണി തുടങ്ങിയിട്ടിപ്പോൾ ഒരാഴ്ച പിന്നിട്ടു. പൊന്നരിവാളം വിളിയിൽ കണ്ണറിയുന്നോളെ മരത്തും പൂന്തണലി നിൽക്കുന്നോളെ പൊന്നരിവാളം വിളിയിൽ കണ്ണറിയുന്നോളെ ആ മരത്തും പൂന്തണലി വാടി നിൽക്കുന്നോളെ. ഇപ്പൊ ഇവിടെ പണി എത്ര ദിവസമായി? 8 ദിവസമായി. ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതിയിൽ സ്ഥിരം പണിക്ക് പോകാറുണ്ടോ? എത്ര ദിവസത്തെ പണി? 100 പണി. 100 ദിവസത്തെ പണി പൂർത്തിയായോ? ഇത് നല്ല സഹായമാണോ നിങ്ങളെ പോലുള്ള ആളുകൾക്കൊക്കെ ഈ പദ്ധതി? തന്നെ നല്ല സഹായം തന്നെ. നമുക്ക് നമ്മളെ കൊണ്ടല്ല വേറെ ഒരു തൊഴിലിനും പോകാൻ നമ്മളെ കൊണ്ട് ഒക്കില്ല. വീട്ടില് ആരൊക്കെ ഉണ്ട്? എനിക്ക് ആരുമില്ല. എനിക്ക് ഭർത്താവില്ല, മക്കളില്ല, എനിക്ക് ആരും. എങ്ങനെ ഇപ്പൊ ഇവിടെ സ്ഥിരമായിട്ട് തൊഴിലുറപ്പ് പദ്ധതി കൃത്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട്? കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. ഈ പ്രദേശത്ത് എത്രത്തോളം സ്ത്രീകൾക്ക് ഇതുകൊണ്ട് ഗുണമുണ്ട്? ഒരു 150 പേര് ഉണ്ട്. നമ്മൾ 4 സൈറ്റായിട്ടാണ് പോകുന്നത്. കൃത്യമായ പണിയുണ്ട് അല്ലേ? പണിയുണ്ട്, പിന്നെ കുഴപ്പമില്ല. 100 ദിവസത്തെ പണി എന്നുള്ളത് 100 ദിവസം ഏകദേശം ഉള്ളവർക്കൊക്കെ 100 കിട്ടുന്നുണ്ട്. പിന്നെ 1 or 2 കുറച്ച് പേർക്ക് മാത്രമേ അതിൽ താഴ്ന്നു നിൽക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ 100 കിട്ടുന്നുണ്ട്. ഈ തൊഴിലാളികളെ എങ്ങനെയാണ് ഇതിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ഈ പദ്ധതിയിലേക്ക്? നമ്മൾ സൈറ്റ് മീറ്റിംഗ് കൂടുമ്പോൾ വന്നവർ ജോലി വേണമെന്ന് വന്നിട്ട് ഒരു ഒപ്പിടിക്കാൻ വരുമല്ലോ. അപ്പോൾ വന്നിട്ട് ഒരു സൈറ്റ് മീറ്റിംഗ് കൂടി അവരെ കൊണ്ട് പിടിച്ചിട്ട് അവർക്ക് ജോലി വേണമെന്ന് പറഞ്ഞ് വരുന്നവരെയൊക്കെ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് കുടുംബങ്ങൾക്ക് ഇതുകൊണ്ട് സഹായം ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇത് രാധേമ്മയെ പോലെയുള്ളവർക്കൊക്കെ ഇതൊരു വലിയൊരു ആച്ചാണ്. ആരും മക്കളില്ല. ഇവിടെയുള്ള ഒരുപാട് കുടുംബങ്ങൾക്ക് ഈ പദ്ധതി ഗുണകരമാവുന്നു എന്ന കാര്യത്തിൽ മനസ്സ് നിറഞ്ഞാണ് ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുന്നത്. വരട്ടെ വരട്ടെ, ഞാൻ എറണാകുളത്ത്.
ഞാനിപ്പോൾ ഉള്ളത് ബാലരാമപുരത്താണ്. ബാലരാമവർമ്മ മഹാരാജാവ് ഇവിടെയുള്ളവരെ നെയ്ത്ത് പഠിപ്പിച്ചു എന്നാണ് കഥ. ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങളുടെയും വരുമാനമാർഗം നെയ്ത്ത് തന്നെയാണ്. ഇവർക്ക് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നറിയാനാണ് ഞങ്ങളുടെ ഈ യാത്ര. തുടങ്ങിയിട്ട് 10-25 വർഷത്തിന് ഒരു വരുമാനമൊക്കെ കൃത്യമായിട്ടുണ്ടോ? വരുമാനമൊന്നുമില്ല. ഒരു വാച്ച് നെയ്യുമ്പോൾ 150 രൂപ കിട്ടും. ഇതാണ് വരുമാനം. ഇതിനു വേണ്ടി നിങ്ങൾക്ക് പഞ്ചായത്ത് തലത്തിൽ വല്ല സഹായം ഉണ്ടോ? ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തിനെങ്കിലും ശ്രമിച്ചിരുന്നോ? ശ്രമിച്ച് 2 പ്രാവശ്യം ഒരു 25,000 രൂപ ലോണ് കിട്ടുമെന്ന് പറഞ്ഞ് ശ്രമിച്ചിട്ട് ഇതുവരെ കിട്ടിയില്ല. 25,000 രൂപ തറി വീട്ടിലിടാൻ വേണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2 പ്രാവശ്യം കൊടുത്തിട്ട് ഇതുവരെ കിട്ടി. ഇത് ഈ കെട്ടിടമാരുടെയാ? ഇത് വേറെ ഒരു ആളുണ്ട്, വാങ്ങും. വേറെ ഒരാൾ മുതലാളിയാണ്. അത് ഇവിടെ നമ്മൾ കൂലിക്കുന്നു. ഒരു ദിവസം എത്ര രൂപ കൂലി കിട്ടും? 150 രൂപ കിട്ടും. ഒരു വാച്ച് നെയ്യുണ്ട്. ഒരു വാച്ച് നെയ്താൽ 150 രൂപ കിട്ടും. രാവിലെ എപ്പോൾ തുടങ്ങും? രാവിലെ 9 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങും. വൈകുന്നേരം 5-6 മണിയാവും. പിന്നെ വിശേഷ അവസരങ്ങളിൽ എന്തെങ്കിലും കൂടുതൽ വരുമാനം ഉണ്ടാവുമോ? കൂടുതലൊന്നുമില്ല. വിശേഷമാകുമ്പോൾ ഇത്രയും ഭരണ ദിവസമുണ്ട്. പിന്നെ ചിലപ്പോൾ 2 മുഴം കൂടുതൽ ദിവസമുണ്ട്. വീട് വയ്ക്കാനോ അങ്ങനെ എന്തിനെങ്കിലും പഞ്ചായത്ത് തലത്തിൽ നിന്ന് വല്ല സഹായമൊന്നും കിട്ടിയിട്ടില്ല. തുടങ്ങിയിട്ട് 38 വർഷമായി. വീട്ടിലെ പ്രധാന വരുമാന മാർഗം ഇത് തന്നെയാണോ? എന്തെങ്കിലും സഹായമൊക്കെ പഞ്ചായത്ത് തലത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല? ഇല്ല, പഞ്ചായത്തിൽ നിന്ന് വേറെ നമുക്കൊന്നുമില്ല. ഒരു ആനുകൂല്യവും ഇല്ല. പഞ്ചായത്തിൽ നിന്ന് അങ്ങനെയുള്ള ആനുകൂല്യം ഇല്ല. സർക്കാർ നമ്മൾ നെയ്ത്താണ് എന്നുള്ള ആനുകൂല്യവും ഇല്ല. ഇത് പ്രൈവറ്റ് മേഖലയാണ്. പ്രൈവറ്റ് മേഖലയാകുമ്പോൾ നമുക്കതിൽ ഒരു ആനുകൂല്യവും ഇല്ല. പിന്നെ നമ്മൾ നിത്യ വരുമാനം ഒരു മുണ്ട് നെയ്താൽ 150 രൂപ കിട്ടും. 6 മണിക്കൂറാവും ഒരു മുണ്ട് നെയ്തെടുക്കുമ്പോൾ. 6-6.5 മണിക്കൂറാവും. എത്ര ദിവസം എടുക്കും? ഇത് 2 മണിക്കൂറാവും. കിട്ടുന്നത് 10 രൂപ കിട്ടുള്ളൂ. ഇത് നമ്മൾ പ്രായം പോയത് വേറെ തൊഴിൽ അറിയാൻ പാടില്ലാത്തവർ ഇത്രയും കിടന്നുകൊണ്ട് വിശ്രമിക്കുന്നത്. മറ്റേ ആരോഗ്യമൊക്കെയാണ് കൂടുതൽ ഇവിടെ വിട്ട് അടിക്കൊണ്ടിരിക്കും. അത് നമ്മൾ ആ ലെവലിൽ പോകാത്തത്. ഇതാണെങ്കിൽ വേറെ ജോലി കണക്കുകളൊക്കെ ഒന്നും നോക്കണ്ട. ഇങ്ങനെ ചമട്ടിയെടുത്ത് നനച്ച് ചുറ്റിയാൽ മതി. ഒട്ടരടുത്ത് നമ്മൾ ചോദിക്കില്ല. ഇത് കൊള്ളലുണ്ട്. കുളയിൽ കിടക്കണം. കുളയിൽ ചുറ്റി ഇതിലിടും. ഒരു താറാട് ചുറ്റി കുള കൈയോട്ട് കയറുന്ന പാർട്ടി കൊണ്ടുപോകും. ഇപ്പോൾ 2-3 ഇവിടെ നടയിലിരുന്നില്ലേ എന്ന് വെച്ചത് കൊണ്ടുപോകും. 2 മണിക്കൂർ ചുറ്റാൽ 10 രൂപ കിട്ടും. 10-12 രൂപ കിട്ടുള്ളൂ. വിസിഞ്ച് പോകും. നമ്മൾ വേറെ തൊഴിൽ അറിയാൻ പാടില്ല. പ്രായം പോകും. അതിന് ഇതിന് ഒരു കണക്കൊത്തും ചോദിക്കില്ലല്ലോ. അതിനാണ് നമ്മൾ ഈ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിൽ നിന്ന് വല്ല സഹായം ഉണ്ടോ? ഒന്നുമില്ല.
ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. നെയ്ത്തുകാരുടെ ജീവിതത്തിൽ കാലാനുസൃതമായ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ജീവിതവും ദുരിതവും പട്ടിണിയും ഒക്കെ പഴയപടി തന്നെ. ഇവരിൽ പലരും സ്വന്തമായി വീട് വയ്ക്കാൻ വേണ്ടി ധനസഹായത്തിന് പഞ്ചായത്തിൽ അപേക്ഷ നൽകിയവരാണ്. പക്ഷേ ആർക്കും ഒരു ഗുണവും ഇതുവരെ കിട്ടിയിട്ടില്ല. ചേട്ടാ, സൈക്കിൾ വെച്ചിട്ടുണ്ട്. താങ്ക്സ്. പഞ്ചായത്ത് ഒരാളെ പൊതുശല്യക്കാരിയായി പ്രഖ്യാപിക്കുക, അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തുക, അതും വിവരാവകാശ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ. അത്തരത്തിലൊരു സംഭവമാണ് പള്ളിച്ചൽ പഞ്ചായത്തിലുണ്ടായത്. ഈ നടപടി നേരിട്ട ആളെ കാണുവാനാണ് ഇനിയൊരു ശ്രമം. ഞാൻ 2014 ആദ്യം മുതൽ 2ാമത്തെ മാസം മുതൽ പള്ളിച്ചൽ പഞ്ചായത്തിലെ ഈ മൂക്കുന്നിമല ക്വാറി വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനൊരു ആദ്യം ചെയ്ത ഒരു വിവരാവകാശ അപേക്ഷ, ആ അപേക്ഷയിന്മേൽ എനിക്ക് കൃത്യമായി മറുപടി ലഭിച്ചില്ല. അപ്പോൾ ഞാൻ വീണ്ടും 2ാമതൊരു അപേക്ഷ കൂടെ നൽകേണ്ടായി. അപ്പോൾ കിട്ടിയ വിവരങ്ങളനുസരിച്ചിട്ടാണ് ഞങ്ങൾ വിജിലൻസിനും പിന്നെ പഞ്ചായത്ത് ഓംബുഡ്സ്മാന്, DDPക്ക്, അങ്ങനെ എല്ലാ അന്വേഷണ ഏജൻസികൾക്കും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുകയും വിജിലൻസ് അന്വേഷണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് അപേക്ഷകൾ ഇങ്ങനെ കൊടുക്കുകയും വിവരം പുറത്തെടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒത്തിരി ചെയ്തിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വിവരം കിട്ടിയിട്ടുണ്ട്. കിട്ടിയ വിവരങ്ങൾ ഞങ്ങൾ ഇലക്ഷൻ പ്രമാണിച്ച് അതിന് മുൻപായിട്ട് കുറേ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശരിക്കും ഭരണസമിതി വിട്ടിലാവും. അപ്പോൾ എന്നിട്ട് ഇത് എന്താ ചെയ്യുക? നിങ്ങൾ ഇത് പ്രസിദ്ധീകരിക്കുമോ? അങ്ങനെയാണോ? അതെ, ഞങ്ങൾ ആദ്യം ഇതൊക്കെ എടുത്ത് വിജിലൻസ് അന്വേഷണം, മറ്റേ ആ മൂക്കുന്നിമല വിജിലൻസ് അന്വേഷണം ഒക്കെ വന്നപ്പോഴത്തേക്കും പത്രക്കാരും ചാനലുകാരും ഒക്കെ അതിന് നല്ലൊരു പ്രാധാന്യം നൽകി വിഷയങ്ങളെ ജനങ്ങൾക്ക് മുൻപിൽ എത്തിക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഇങ്ങനൊരു ഇതിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് പ്രേരണയായത്? എന്താണ് പ്രേരണയായത്? ഞങ്ങളുടെ ഇവിടുത്തെ ഗ്രാമസഭകളിൽ ജനങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടാവുകയും ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് പ്രവർത്തിക്കണമെന്നൊക്കെ കുറേ ഗ്രാമസഭയിൽ നമ്മളെ പഞ്ചായത്ത് രാജ് ആക്ടിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗ്രാമസഭ ഗ്രാമവാസികൾക്കുള്ള ഉപയോഗങ്ങളെക്കുറിച്ചിട്ടൊക്കെ. പക്ഷേ ഗ്രാമസഭകളൊന്നും ശരിയായ രീതിയിലല്ല നടക്കുന്നത്. പിന്നെ ആനുകൂല്യങ്ങൾക്കെല്ലാം ജനങ്ങൾ ഈ പ്രസിഡൻറ്റിൻ്റെയും മെമ്പർമാരുടെയൊക്കെ പുറകെ നടക്കുന്ന ഒരവസ്ഥയെ കണ്ടപ്പോഴത്തേക്കുമാണ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. പൊതുപ്രവർത്തനത്തിലുണ്ടായിരുന്നോ? ഇല്ല, നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു. ഇങ്ങനെ ഈ ഗ്രാമസഭയിലൂടെ വന്നിട്ട് ആ ഒരു ഇത് കണ്ടിട്ടാണ് ഞാൻ വിവരാവകാശ അപേക്ഷകൾ വെച്ചത്. എന്തായാലും വിജിതയ്ക്ക് ഇനി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയട്ടെ. അതിനെല്ലാവിധ ആശംസകളും. ശരി. തിരുവനന്തപുരം ജില്ലയിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു ജില്ലയിലേക്ക്.